ബിഗ് ബോസ് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കാണുന്നില്ല? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണ് എന്തുകൊണ്ടാണ് കാണുന്നതെന്നും കാണാത്തവരാണെങ്കിൽ എന്തുകൊണ്ടാണ് കാണാത്തതെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം എന്താണെന്ന് അവരുടെ അഭിപ്രായം എന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ട്, അഡിക്റ്റ് അല്ല. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണാനുള്ള റീസൺ? കണ്ടസ്റ്റൻസ് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ കാണുമല്ലോ. ഏതാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ഉണ്ടായത്? എനിക്ക് സീസൺ 1 ആണ് ഇഷ്ടം. പേളിമാണിയുടെ പേളിമാണിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് അത് കണ്ടു. അതിനുശേഷം കണ്ടിട്ടൊന്നുമില്ല? കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ സ്ഥിരം കാണാറുള്ള ആളാണ്. ലേറ്റസ്റ്റ് അഖിൽമാരാറിന്റെ എപ്പിസോഡ് കണ്ടായിരുന്നു? അത് കണ്ടായിരുന്നു. അതിലാരെയായിരുന്നു ഇഷ്ടം? അതില് നാദിറേനൊക്കെ ഇഷ്ടമാണ്. റോബിന്റെ സീസണും കണ്ടായിരുന്നു. റോബിനാണ് ഇഷ്ടം? ഇഷ്ടമല്ല. റോബിൻ എന്ന് പറയുമ്പോ റോബിൻ എന്താ ടോക്സിക് ആണെന്നൊക്കെ ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇഷ്ടം അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, കാണാറുണ്ട്, അത്രേ ഉള്ളൂ. 10-ാം തീയതി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാണ്. കാണുന്നുണ്ടോ? കണ്ടസ്റ്റൻസ് ആരാന്ന് അറിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. എന്തുകൊണ്ടാണ്? അല്ല, കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസ് കാണുന്നത്? ബിഗ് ബോസ് ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടുപോകുന്ന സാധനം, അല്ല സ്ഥിരമായിട്ട് കാണുന്നില്ല. ഇഷ്ടപ്പെട്ട് കാണുന്നതല്ല? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടാണോ ബിഗ് ബോസ്? അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനത്തെ പരിപാടികൾ. എന്തുകൊണ്ടാണ് താല്പര്യം ഇല്ലാത്തത്? എനിക്ക് അതിനകത്ത് കാണുന്ന കോപ്പറ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഈ കണ്ടിട്ടുള്ള വഴക്കുകൾ കാണാൻ വേണ്ടി അല്ല, അത് കുറെ വെറുതെ ഇങ്ങനെ ഭയങ്കര ഇമിറ്റേറ്റിങ് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. അത് വേറെ ഒരു സംഭവമായിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പൊ അല്ലാതെ ഒരു ഡ്രാമ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഓക്കെ. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണാനുള്ള റീസൺ? അതിന്റെ അഭിനേതാക്കൾ നല്ലവരാണ്, നല്ലോണം അഭിനയിക്കുന്നുണ്ട്. അഭിനയമല്ലല്ലോ, എല്ലാവരും ഒരു കുടുംബമായിട്ട് അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ടാലന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതും, പിന്നെ പൈസ കൊടുത്തിട്ട് കയറുന്നവരുണ്ട്, ഇല്ലാതെ കയറുന്നവരുണ്ട്. അപ്പോൾ അവർക്കത് ചിലവർക്ക് വിജയിക്കും, ചിലവർക്ക് പുറത്താവും. അതാണ് അതിൻ്റെ അത് മെയിനായിട്ട് കണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപാട് അടിയും പിടിയാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവാണ്. അത്രയും ആൾക്കാരെ അഭിനയിച്ചിട്ട് ഒരാൾക്ക് മാത്രമേ അത് കിട്ടിയുള്ളൂ, അവർ നാട്ടിലോട്ട് പോവുകയും ചെയ്തു. പക്ഷെ അവർ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് സഹായിക്കണം. ഇത്രയും കിട്ടിയാലും അത് ഒരു വീടില്ലാത്തവർക്കോ രോഗികൾക്കായിട്ടോ അതിൽ നിന്നൊരു തുച്ഛം സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം ആ കിട്ടിയവർക്ക് ഗുണമുണ്ടാകും, അവരുടെ കുടുംബത്തിനുണ്ടാകും. അതാണ് എൻ്റെ ഒരു പോയിന്റ്. പക്ഷെ അത് കിട്ടിയിട്ട് അവർ ആഡംബരം ജീവിച്ചു അങ്ങോട്ട് കാറും ബംഗ്ലാവും വാങ്ങിച്ചിട്ട് ജീവിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഉണ്ടാവും ഇല്ല. കണ്ടസ്റ്റന്റ് ഇപ്പൊ നമ്മള് പറയുന്നതായിട്ട് മറ്റേ ഇവനാണ് കൊണ്ടുവരിക്കുന്നത്, തൃശ്ശൂരുള്ളവനാണ്. അഖിൽമാരാണോ? അതാണ് കൊണ്ടുവരിക്കുന്നത്. ഫേവറേറ്റ് ആണ്. ഇനിയിപ്പോ അടുത്ത് വന്നവരെ ആരൊക്കെയാണ് എന്ന് പറയാൻ പറ്റൂല. 10-ാം തീയതി തുടങ്ങാണ്. കാണുന്നുണ്ടോ? കാണാറുണ്ട്. അതെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ കഴിഞ്ഞ സീസൺ മൊത്തം കണ്ടിട്ടുണ്ട്. അതിന് മുമ്പത്തെ സീസൺ കാണാറില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന സീസണും മോസ്റ്റ് കോമൺലി കാണാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണാനിടയായത്? എന്താണ് നിങ്ങളെ ആകർഷിച്ചത്? ആകർഷിച്ചതല്ല, എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ട പേഴ്സണൽ ബന്ധങ്ങളുള്ള കുറച്ച് കണ്ടസ്റ്റൻസ് കഴിഞ്ഞ സീസണിൽ ഉണ്ടാവുകയും അതുകൊണ്ട് കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി കാണാത്തതിന്റെ റീസൺ എന്താണ്? കാണാത്തതിന്റെ റീസൺ ഓഫ് കോഴ്സ് കേരളത്തിലെ സകലമാന ടോക്സിക് പേഴ്സണാലിറ്റികളും ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അഖിൽമാരാർ ഉൾപ്പെടെ, റോബിൻ ഉൾപ്പെടെ, രജിത് കുമാർ ഉൾപ്പെടെ, സാബ് ഉൾപ്പെടെ ഇവരാണ് ഇപ്പൊ എല്ലാം ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഈ സീസൺ. അതെ, അതാ പറഞ്ഞേ. ഏതൊരു ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടരെല്ലാവരും ബിഗ് ബോസിൽ എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അഖിൽമാരാറിൻ്റെ കഥ മാത്രമേ എനിക്ക് ബിഗ് ബോസിൽ എന്തായിരുന്നു എന്നുള്ളത് അറിയുള്ളൂ. പക്ഷേ പേഴ്സണലി സമൂഹത്തിൽ അവരുടെ രീതികളെല്ലാം തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് പല രീതിയിൽ. ഇപ്പം അഖിൽമാരാറാണെങ്കിൽ വേറെ രീതിയിൽ, റോബിനാണെങ്കിൽ വേറെ രീതിയിൽ, സാബു ആണെങ്കിൽ അത് വേറെ രീതിയിൽ ആണ്. അപ്പം അങ്ങനത്തെ പേഴ്സണാലിറ്റികൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് അത് കാണാൻ പൊതുവെ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണാനുള്ള റീസൺ? ഞാൻ ഹോസ്റ്റലായിരുന്ന ടൈമിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണും. അത് ഇഷ്ടമാണോ കാണുന്നത്?
ഇഷ്ടമാണോ ചോദിച്ചാൽ എന്താണ് റീസൺ അത് കാണാനുള്ള ഒരു കാണാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എനിക്ക് റെഗുലർ പെർസ്പെക്റ്റീവ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നു, അല്ലാതെ അതിനോട് വലിയ ഒരു ഇഷ്ടമായിട്ട് കാണുന്നില്ല. ഫണ്ണാണോ അതോ അടിപിടി കാണാനാണോ? അടിപിടിയല്ല, Games കാണാനാണോ? ഗെയിംസ് ആണ് ഇഷ്ടപ്പെടുക. അത് കാണാൻ വേണ്ടിയാണ്. ഏതാണ് ഇഷ്ട കണ്ടസ്റ്റന്റ് നിങ്ങൾ ഇത്ര സീസൺ കണ്ടതിൽ? എനിക്ക് റിയാസിനെ ഇഷ്ടമായിരുന്നു. റിയാസ് ഇഷ്ടം. അതിന്റെ പേളി ആ ഒരു സീസൺ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ 10-ാം തീയതി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാണ്, കാണുന്നുണ്ടോ? ഇനി കാണണം. വെയിറ്റിംഗ് ആണോ? വെയിറ്റിംഗ് ആണോ ചോദിച്ചല്ല, എനിക്ക് കണ്ട് ആരും കണ്ടസ്റ്റന്റ് ഒക്കെ ഉണ്ടെങ്കിൽ റീൽസ് ഒക്കെ വന്നാൽ കാണാം. കണ്ടസ്റ്റൻസ് ആരാന്ന് അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ്. ഓക്കെ. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണുന്നത്? ബിഗ് ബോസ് ഇപ്പൊ നിലവിൽ നേരത്തെ കാണുമായിരുന്നു, ഫ്രീ ടൈമിലുള്ളപ്പോ കാണുമായിരുന്നു. ഇപ്പൊ ടൈം ഇല്ലാത്തതുകൊണ്ട് കാണാറില്ല. എന്താണ് റീസൺ ബിഗ് ബോസ് കാണാനുള്ള? ബിഗ് ബോസ് കാണാനുള്ള റീസൺ ഇപ്പൊ അപ്പൊ അവിടെ ചെയ്യണമെല്ലാം ആൾക്കാരുടെ സ്വഭാവം അടിയൊക്കെ രസമായിട്ട് തോന്നുന്നുണ്ടോ? രസമായിട്ട് തോന്നും. അവരുടെ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ സെലിബ്രിറ്റീസ് ആണ് മെയിൻലി അവിടെ ചെയ്യണത്. അപ്പൊ അവരെങ്ങനെയാണ് എല്ലാം അവരുടെ ജീവിതം എല്ലാം. ഈ പലരും മോഹൻലാൽ ഉള്ളത് കൊണ്ടാണ് അതിലേക്ക് ആകർഷിച്ചതെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെയില്ല. മോഹൻലാൽ പിന്നെ അടി ഉള്ളതുകൊണ്ട് കാണുന്നുണ്ട്. ചിലവരും മിക്കവരും അങ്ങനെ തന്നെയാണ്, മോഹൻലാൽ ഉള്ളതുകൊണ്ട് കാണാം. അടി മെയിനായിട്ട് അടി കാണാനാണോ ബിഗ് ബോസ് കാണാനാണ് ബിഗ് ബോസ് കാണുന്നത്. അതെ. ബിഗ് ബോസ് കാണാറുണ്ടോ? എന്താണ് ബിഗ് ബോസ് കാണാനുള്ള റീസൺ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ആണ്. അതിനെപ്പറ്റി ഒരുപാട് നെഗറ്റീവ് ആൾക്കാർ പറയുന്നത് അടിപിടിയാണ് അവിടെ, അത് ഒരു തരത്തിലും ഊള പരിപാടികളാന്നൊക്കെ പറയാറുണ്ട്. ശരിയാണോ? ഓണപ്പരിപാടി അത് അവര് ചിലപ്പം അടിപിടിയൊക്കെ കാണുന്നതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഒത്തിരി പേര് കാണുന്നുണ്ട്, മാതാപിതാക്കൾ കാണുന്നുണ്ട്, അതുപോലെ തന്നെ വയസ്സായവർ കുറച്ചൊക്കെ കാണുന്നുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലല്ലോ ബിഹേവിയർ കുറേയൊക്കെ നടക്കും. ആരാണ് ഇഷ്ട കണ്ടസ്റ്റന്റ് ഇത്ര നാളത്തെ ഒരു ഫസ്റ്റ് ടൈമില് പേളിമാണി, ശ്രീനിഷ് മുമ്പ് ഇഷ്ടമായിരുന്നു. റീസെന്റ് ആയിട്ടുള്ളതിലോ? റീസെന്റ് ആയിട്ട് ഞാൻ അങ്ങനെ അഖിൽമാരാർ ഫാൻ ആയിരുന്നോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ കാണുമായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് ഫാൻ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പൊ 10-ാം തീയതി ബിഗ് ബോസ് വീട് സ്റ്റാർട്ട് ചെയ്യാണ്ട് കാണുന്നുണ്ടോ? കാണും, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കാണും. ലൈക്ക് ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറില്ല. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് കാണാത്തത്? പ്രത്യേകിച്ച് സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? ഇഷ്ടമല്ല, അതിൽ കൾച്ചർപരമായിട്ടുള്ള രീതിയും അവരുടെ ആറ്റിറ്റ്യൂഡൊന്നും ഇഷ്ടമല്ല. ഇതുവരെ എന്തെങ്കിലും ക്ലിപ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിടത്തോളം എന്താണ് തോന്നിയിട്ടുള്ളത്? അത് എന്താ പറയാ, അത് കാണുമ്പോൾ അത് എനിക്ക് യോജിച്ചല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അത് കാണുന്നതല്ല. വീട്ടിലങ്ങനെ കേബിൾ ഇല്ല, അത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏഷ്യാനെറ്റിലൊക്കെ വരുമല്ലോ, അങ്ങനെ ക്ലിപ്പ് വന്നാലും ഞാൻ അടുത്തത് എടുക്കും, മാറ്റിവിടും. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല. ഇവിടെ കാണാറുണ്ടോ ബിഗ് ബോസ്? കാണാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസ് കാണാത്തത്? ടൈം വേസ്റ്റിംഗ് ആണ്. ടൈം വേസ്റ്റിംഗ് ആയിട്ട് തോന്നിട്ട് അങ്ങനെയാണോ? എന്താണ് അങ്ങനെ തോന്നാനുള്ള റീസൺ? വാല്യൂ ഉള്ള ഒന്നും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതെങ്കിലും ക്ലിപ്പിംഗ്സോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? എന്റെ പ്രഷ്യസ് ടൈം വെറുതെ ഇങ്ങനത്തെ വാല്യൂബിൾ അല്ലാത്ത ഷോർട്സ് കണ്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ്. ഓക്കെ.